പറയാനുള്ള വാക്കുകളില്ല, തൊണ്ടയൊന്നും വന്നില്ല. അതുകൊണ്ട് പോണ വഴിക്ക് ടെറിട്ടറി മാർക്കിങ് കഴിഞ്ഞാണ് പോണത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പ്രസിഡന്റ് ലെഫ്റ്റ് എടുക്കാം, എന്നാലും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. കുറച്ചുകൂടി മുന്നോട്ട് വെച്ചാൽ ഒരു 200 മീറ്റേഴ്സ് കൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ സിഗ്നൽ വേണം. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റാണ്. നമ്മൾ ഏകദേശം മലയാറ്റൂർക്ക് പോകാൻ വേണ്ടിയിട്ട് കാലടി ടൗണിലെത്തി. ഇവിടുന്ന് റൈറ്റാണ് മലയാറ്റൂർ, നേരെ അങ്കമാലി എയർപോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് എടുക്കാം. സോ നമ്മൾ കാലടിയിൽ നിന്ന് നേരെ നീലീശ്വരം റൂട്ടിലാണ് കയറി വരേണ്ടത്. നീലീശ്വരം റൂട്ടിൽ നിന്ന് ഈ കാണുന്ന നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാറ്റൂർ അടിവാരത്തേക്ക് എത്താം. കാലടി നീലീശ്വരം ഭാഗത്തു നിന്ന് നമ്മൾ നേരെ വന്ന് മലയാറ്റൂർക്ക് പോകുന്നതിന് മുന്നേ ഈ താഴ്ഭാഗത്തായിട്ടുള്ളൊരു ചർച്ചാണ്, CSI ചർച്ചാണ്. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ടുണ്ട്, പെട്ടിക്കടക്കാരൊക്കെ വന്നിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ്, ഈ റോഡ് മുന്നോട്ട് പോകുമ്പോഴാണ് മലയാറ്റൂരിലേക്ക് പോകുന്ന വഴി. നമ്മളിപ്പോൾ മലയാറ്റൂരിലേക്കുള്ള എൻട്രാണ്. അടിവാരം എന്നാണ് ഈ സ്ഥലത്തിന് പറയണത്. അപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന ലേക്കാണ് കൊടൈക്കനാൽ ലേക്ക്. ഞാനുള്ള പറ്റിക്കാണ്. ഇതാണ് മലയാറ്റൂർ ഫേമസ് നക്ഷത്ര തടാകം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നമ്മളിപ്പോൾ ഒരു ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയുള്ളൊരു സ്ഥലത്തെത്തിയാലും തോന്നുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഇത് ഊട്ടിയും കൊടൈക്കനാലൊന്നുമല്ല, ഇത് മലയാറ്റൂരിൻ്റെ താഴ്വാരം എന്നാണ് അവർ പറയുന്നത്. അവിടെ ഉള്ള ഒരു ലേക്കാണ്. കണ്ടിട്ട് മാൻമേഡ് ലേക്കെന്ന് തോന്നും, പക്ഷേ ഇത് ഇങ്ങനെ തന്നെയാണ്, വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മലയാറ്റൂർ മല എന്ന് പറഞ്ഞാൽ ആ കാണുന്നതാണ്. അങ്ങ് ദൂരെ ഇവിടെ നിന്ന് ശരിക്കും സ്പോട്ട് കാണാൻ പറ്റില്ല. അപ്പുറത്തെ ഒരു സൈഡുണ്ട്, ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ശരിക്കും മലയും മലയുടെ അവിടുത്തെ ആ ക്രോസൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കുണ്ട്. പിന്നെ ഫേമസ് കാർണിവലൊക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. നമ്മൾ ഫോട്ടോ വെച്ചുകാർക്ക് പപ്പാനീനെ കത്തിക്കുന്ന പോലെ കാലടിക്കാരുടെ ഒരു ആഘോഷമാണ്. അവരുടെ കാർണിവലാണിത്. ഇവിടെ വെച്ച് പപ്പാനീനെ കത്തിക്കും. അത് ഡിസംബർ മാസത്തിലാണ് അവിടുത്തെ പരിപാടി. ഇതേ ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ ഇവിടെ തന്നെയുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മലയാറ്റൂരിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലം. നല്ല കാറ്റാണ്. വീക്കെൻഡുകളൊക്കെ വന്നിട്ട് ചുമ്മാ ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ മുമ്പ് റൈഡൊക്കെ ഉണ്ടായിരുന്നു, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. എത്രയാണ് എമൗണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലേക്ക് ബോട്ട് റൈഡാണ്. സോ വരെ എൻജോയ് ചെയ്യാം. അപ്പോൾ മലയാറ്റൂരിൻ്റെ അടിവാരത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നേരെ ദേശീയമാസികയുടെ ഇത് കാണുന്നുണ്ട്. ജോസഫ് യേശുക്രിസ്തുവിൻ്റെ ഫാദറിൻ്റെ ഒരു സ്റ്റാച്യു. അപ്പോൾ നമുക്ക് മലയാറ്റൂർ നോർമലി എല്ലാവരും വരുന്ന റോഡിൽ കൂടെ അല്ല നമ്മൾ ആക്ച്വലി വന്നിരിക്കുന്നത്. ഇത് വേറൊരു റോഡാണ്. ഇവിടെ ഒരു കനാൽ റോഡുണ്ട്. അതായത് നമ്മുടെ നക്ഷത്ര തടാകം കഴിഞ്ഞ് കുറച്ചൊക്കെ പോകുമ്പോൾ ഒരു കനാൽ റോഡുണ്ട്. ആ വഴി പോയിട്ടാണ് നമ്മൾ വരുന്നത്. അധികം ആൾക്കാരൊന്നും വരാറില്ല. ഇവിടുത്തെ ഈ പ്രദേശവാസികൾ മാത്രമാണ് ഈ റോഡിൽ കൂടെ കയറി വരാറുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് ഇങ്ങോട്ടേക്ക് ഒരാളുടെ മെയിൻ എൻട്രൻസ്. മുന്നറിയിപ്പിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതെല്ലാം ശ്രദ്ധിക്കുക. വലിയ വലിയ പാറകൾ, കറങ്ങുന്ന മരം. നമ്മൾ പോകുന്നത് വേറെ റൂട്ടാണ്. അപ്പോൾ ഈ റൂട്ട് മീൻസ് ഈ ഒരു ഹൈക്കിങ്ങിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ആന അങ്ങനെയുള്ള സാധനത്തിനെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഇവിടെ ഫെൻസിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ കുറവാണ്. വഴിയധികം ആൾക്കാർ പോവാറില്ല. അങ്ങനെ ആ വഴി കയറി നമ്മൾ നോർമൽ പിൽഗ്രിംസ് പോകുന്ന വഴിയിൽ കയറിയിട്ടുണ്ട്. നിങ്ങളൊക്കെ വരും. അപ്പോൾ ഇന്ന് തീർത്ഥാടകരും വളരെ കുറവാണ്. നോർമൽ ഡേ ആണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ പട്ടി കണക്കിന് നല്ല നടക്കുന്നുണ്ട്. അധികം സംസാരിക്കുന്നില്ല. വീഡിയോസ് ആ ഒരു ഫ്ലോയിൽ തന്നെ പോട്ടെ. അപ്പോൾ ഞങ്ങൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 ഹവേഴ്സെങ്കിലും മിനിമം നടക്കാനുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഒരു 6 കിലോമീറ്റേഴ്സ് ആവറേജ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി ആ ധാരണ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കറക്റ്റ് എത്ര കിലോമീറ്റർ എത്ര മിനിറ്റ് എടുക്കുമെന്ന് നോക്കിയിട്ട് പോരെ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ
വഴി കാണിക്കാനായിട്ട് ഒരു അതിഥി കൂടി ഉണ്ട്. പുള്ളി പോണ വഴിക്ക് ടെറിട്ടറി മാർക്കിങ് കഴിഞ്ഞാണ് പോണത്. പുള്ളിയുടെ വിചാരം പുള്ളി കടി വേണമെന്നാണ്. അപ്പോൾ നമ്മുടെ വഴി കാട്ടിയിട്ട് നമ്മുടെ മുമ്പിൽ അപ്പോൾ മല കയറി രണ്ടാമത്തെ പാടം വരെ എത്തിയിട്ടുണ്ട്. ഒന്നും പറയാൻ വാക്കുകളില്ല, തൊണ്ടയൊന്നും വന്നില്ല. അതുകൊണ്ടാണ് കണ്ണടയൊക്കെ വെച്ചേക്കുന്നത്. ലെറ്റ്സ് സീ ദി സൺസെറ്റ്. എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷേ നല്ലൊരു ട്രക്കിങ്ങും ഹൈക്കിങ്ങും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ വരാം. അപ്പോൾ ഹെൽത്ത് കണ്ടീഷനും ഓക്കെ ആയിരിക്കണമെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അസുഖബാധിതരായിട്ടുള്ളവർ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് നല്ലത്. എന്നാലും ഇവിടെ വരുന്ന ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ്. ഈ മല കയറി ഇറങ്ങുമ്പോൾ അവരുടെ എല്ലാ രോഗങ്ങളും മാറുമെന്നുള്ളൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ എറണാകുളത്ത് നിന്ന് തൊട്ടടുത്ത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും തന്നെ വരാൻ ശ്രമിക്കുക മാക്സിമം. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ഈ ചർച്ചാണ് മലയാറ്റൂരിലെ ആദ്യത്തെ ആ ഒരു ചർച്ച്. ഈ ചർച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ചർച്ചിൻ്റെ ഒരു ഭാഗം പണ്ട് ഇവിടെ ആന കുത്തി ഈ ചർച്ച് എന്താ പറയുക മൊത്തത്തിൽ ബ്രേക്ക് ചെയ്തേക്കാം. നമുക്ക് കാണാൻ പറ്റും. വെറുതെ പറയാം, ഞാൻ ചുമ്മാ പറയണമെന്ന് വിചാരിക്കണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ നിന്ന് നടന്നു വരുമ്പോൾ ആന കുത്തിയ ഒരു പാട് കാണാൻ പറ്റും. അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഭീകരപ്രവർത്തനങ്ങൾ മൂലവും മതവിദ്വേഷം മൂലവും പ്രകൃതി ദുരന്തങ്ങൾ മൂലവും പ്രത്യേക നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു കിണറുണ്ട്. വറ്റാത്ത കിണറെന്നാണ് പറയുക, പക്ഷെ ഇപ്പോൾ വെള്ളം തീരെയില്ല. തോമാസ് ലീഹ വടികൊണ്ട് കുത്തിയപ്പോൾ ഉണ്ടായ ഉറവയാണ് ഈ കിണർ ഉണ്ടാവാൻ കാരണം എന്നൊരു കഥ ഇതിന് പിന്നിലുണ്ട്. സോ ഇപ്പോൾ പ്രാർത്ഥനയുടെ ടൈമാണ്. വിശ്വാസികളെല്ലാവരും പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ഇതാണ് മുത്തപ്പൻ്റെ പൊന്നിൻ കുരിശ്. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇവിടെ നിന്ന് നേരെ മുമ്പോട്ട് നടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ് തോമാസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞ ഒരു പാറക്കല്ല്. കണ്ടോ, കാൽപാദങ്ങൾ കണ്ടോ? 2 ഫുട് പ്രിൻറ്റ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നോക്ക്, ഇവിടെ നേരെ നോക്കിയാൽ സൺസെറ്റും കാണാം, റൈറ്റിലേക്ക് നോക്കിയാൽ നമുക്കൊരു ബോബോനെയും കാണാം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ലേക്ക് ഏരിയ. ഫോഗ് ആയതുകൊണ്ടാണ് നമുക്കൊന്നും കാണാൻ പറ്റാത്തത്. ഫോഗിൻ്റെ വലിയൊരു നമുക്കൊന്നും കാണാൻ പറ്റില്ല ഫോഗ് ആയതുകൊണ്ട്. ഇതിൻ്റെ അറ്റത്താണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പാറകളുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കും. കാണാൻ പറ്റും കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഓരോരോ ആ ഒരു ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നോട് ആരോ പറഞ്ഞു
ക്യാമറ നോക്കി സംസാരിക്കുന്നില്ല, എനിക്ക് ഭയങ്കര നാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ നോക്കി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ണട വാങ്ങിച്ചത്. ഈ കണ്ണടയിലാണെങ്കിൽ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കണ്ടിട്ട് സംസാരിക്കേണ്ട ആവശ്യം വരില്ല. എന്തായാലും ഇത് ഓരോരോ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയാൻ ഞാൻ മറ്റേ ചാണക്യനാണ്. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ പറയണമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. നല്ല കാറ്റുണ്ട്, ഒരു മിസ്റ്റി ഫീലാണ്. കാണാൻ പറ്റണമെന്നറിയില്ല, ഒരു മിസ്റ്റി ഫീലാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകണം. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇത് ഇച്ചിരി ട്രയൽസാണ്. കാരണം 1.5 മേളിൽ ടൈം എടുക്കും നമ്മൾ മേളിലേക്ക് കയറി വരാൻ. അത് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങാൻ ഏകദേശം 1.5 ഹവേഴ്സ് എന്തായാലും പിടിക്കും. അപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ. ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ല ആനകുത്തിയ പള്ളി, പിന്നെ ഇവിടെ സൈഡിലായിട്ട് മുത്തപ്പനല്ല തോമാസ് ലീഹയുടെ കാൽപാദങ്ങൾ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ മലയാറ്റൂർ വന്നു കഴിഞ്ഞാൽ കാണാനുണ്ട് ആക്ച്വലി. അപ്പോൾ വരുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വരാം. വെറുതെ ചാടി കയറി പുറപ്പെട്ട് കഴിഞ്ഞിട്ട് വന്നത് അബദ്ധമായി എന്നുള്ളൊരു തോന്നൽ വരുത്. സംഭവം മേളിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പൊളിയായിരിക്കും. അത് വേറെ സംശയിച്ച് നിങ്ങൾ വരണ്ട, വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അപ്പോൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ സ്ട്രെങ്ത് വൈസും ഹെൽത്ത് വൈസും ഫിസിക്കലി ഓക്കെ ആണെന്നതിന് മാത്രം വന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.